ഇനിയുള്ളത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്നാണ് അതിന് പറയുക. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് ലഗ്നത്തിലാണ് ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം, അതുപോലെ തന്നെ ബുധനും അവിടെ തന്നെയുണ്ട്. ചില വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു യോഗമാണ് ഇവിടെയുള്ളത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ ഒരു ചിന്താശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള അവരുടെ കഴിവ് വർദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്കും കുറച്ച് സൂര്യൻ 2ലേക്ക് വരുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കും കുറച്ചുകൂടെ ശ്രേയസ് കൈവരുന്നതായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങളുമൊക്കെ കൂടുതൽ ഉണ്ടാകും. തൻ്റെ പ്രവൃത്തി മേഖലയിൽ പ്രാധാന്യം കൂടുന്നതായിട്ട് കാണാം. ഭരണപരമായിട്ടുള്ള മേഖലയിൽ, അതുപോലെ അധ്യാപനം, ഗവേഷണം മുതലായിട്ടുള്ള അക്കൗണ്ടിങ്, നിയമം മുതലായിട്ടുള്ള മേഖലയിലും ഉള്ളവർക്കും സർക്കാർ സേവനത്തിലുള്ളവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള പല പുരോഗതിയും നമുക്ക് കാണാവുന്നതാണ്. രേഖാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് രേഖകളിലോ കരാറുകളിലോ ഒക്കെ ഒപ്പുവയ്ക്കുക, ഇതിനൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരാവുന്നതാണ്. ധനപരമായിട്ട് 2ാം ഭാവത്തിലേക്ക് സൂര്യൻ എത്തുമ്പോൾ കുറച്ചുകൂടെ വരുമാന സ്രോതസ്സുകളൊക്കെ, പുതിയ സ്രോതസ്സുകളൊക്കെ ഉണ്ടാകുന്നതായിട്ടും കാണാം. വ്യാഴത്തിൻ്റെ ആനുകൂല്യവും ഒക്കെ കൊണ്ട് ഭൂമി സംബന്ധമായിട്ടുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉയർച്ച വരും. അതിൽ നിന്നുള്ള സമ്പാദ്യം കൂടുതലാകുന്നതായിട്ട് കാണാം. എന്നാൽ കുറച്ച് അനാവശ്യ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിക്ഷേപങ്ങളൊക്കെ ഭാവിയിലേക്ക് വലിയ വരുമാനത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവേ നല്ലത് തന്നെയാണ്. എന്നാൽ മധുര പലഹാരങ്ങൾ കഴിക്കുക, അതുപോലെ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ കുറച്ചൊന്ന് സൂക്ഷിക്കണം. എന്തെന്നാൽ അത് നിമിത്തമുള്ള ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മതിയായിട്ടുള്ള ഉറക്കവും അതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമം മുതലായിട്ടുള്ളവയും ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ അനുകൂലമാണ്. വളരെ സന്തോഷത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും കഴിയാൻ സാധിക്കും. മാതാപിതാക്കന്മാരോ ഗുരുക്കന്മാരോ ഗുരു തുല്യരായിട്ടുള്ള കുടുംബത്തിലുള്ളവർ, അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരുടെ അനുഗ്രഹം ഉണ്ടാകും. മക്കളുമായിട്ടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. കുടുംബ യോഗങ്ങളോ അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും ചേർന്നുള്ള ശുഭകർമ്മങ്ങളോ ഒക്കെ ചെയ്യാൻ, അത് നടത്താൻ സാധിക്കുന്നതാണ്. അത് ആസൂത്രണം ചെയ്യാനും അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനമാണ്. അവിടെ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, അതുപോലെ സ്വയം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, ശിവസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അന്നദാനം നടത്തുന്നത് നല്ല ഫലം നൽകുന്നതാണ്.